ഹലോ ഡിയേഴ്സ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ക്രിസ്മസ് കൂടൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് നാദൂനെ കൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ആദ്യം കാണാൻ ഇറങ്ങിയത് നമ്മുടെ വരടിയം, അതായത് നമ്മുടെ വീടിനടുത്തുള്ള വരടിയം പള്ളിയുണ്ട്, സെയിൻറ്റ് ആൻ്റണീസ് ചർച്ച്. സെയിൻറ്റ് ആൻ്റണീസ് ചർച്ചിൽ ഒരുക്കി വെച്ചിട്ടുള്ള പുൽക്കൂടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തുടക്കത്തിൽ തന്നെ ഒരു മുതലക്കുളം, അത് കണ്ടപ്പോൾ നാദു മീമി മീമി എന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ്. ഒരു കേവ് സെറ്റപ്പിലാണ് കേട്ടോ ഇവർ പുൽക്കൂട് പണിത് വെച്ചിരിക്കുന്നത്. ഒരു എൻട്രൻസും ഒരു എക്സിറ്റും ഉള്ള പോലെ കേവിൻ്റെ മോഡലിലാണ് അവർ പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ കേവിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ഉള്ളിലാണ് പുൽക്കൂട് അവർ ഒരുക്കി വെച്ചിരിക്കുന്നത്. നല്ല മനോഹരമായിട്ട് തന്നെയാണ് പുൽക്കൂട് ഒരുക്കി വെച്ചിരിക്കുന്നത്. അത്യാവശ്യം എല്ലാവർക്കും കാണാൻ വിധത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഒരു പോണ്ട് കണ്ടപ്പോൾ, പോണ്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നാദൂന് മീനാണ് ഫുള്ള്. എവിടെ പോണ്ട് കണ്ടാലും അവിടെ ഒക്കെ മീനാണ് എന്നാണ് മുപ്പരാൾ വിചാരം. അപ്പോൾ മീൻ എന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ്. ഇത് നാദൂൻ്റെ കുഞ്ഞ് മേമയാണ് കേട്ടോ, ക്രിസ്റ്റമേമയുടെ കൂടെയാണ് നാദു പുൽക്കൂട് കാണാൻ വന്നിരിക്കുന്നത്. അങ്ങനെ പുൽക്കൂട് കണ്ടിറങ്ങി. ഇതാണ് ക്രിസ്മസ് ട്രീ. പിന്നെ അവിടെ ഒരു സ്നോമാനും അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടതാണ് നാദൂനെ. അവിടുത്തെ ചങ്ങലേമയും തട്ടി വീണില്ല എന്നുള്ള അർത്ഥത്തിൽ മൂപ്പരാൾ പിന്നെ എഴുന്നേറ്റ് നിന്നു. പിന്നെ അടുത്തതായി ഞങ്ങൾ പോയത് നമ്മുടെ കൊട്ടേക്കാട് പള്ളി, അതായത് ഞങ്ങളുടെ ഫൊറോന ചർച്ചാണ്. കൊട്ടേക്കാട് പള്ളിയിലേക്കാണ് പോയത്. പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ആ ഗ്രൗണ്ട് ഏരിയയിലാണ് അവർ ക്രിബും ബാക്കി ലൈറ്റ്നിങ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ലൈറ്റൊക്കെ ഇട്ടിട്ട് മൊത്തം ആ ഗ്രൗണ്ടിൽ ഫുൾ സ്പേസ് യൂസ് ചെയ്തിട്ട് അവർ ഫുള്ള് ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നാദു ലൈറ്റ്സൊക്കെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി മൂഡായിരുന്നു. പിന്നെ ഇതേ പള്ളി, ഇത് കൊട്ടേക്കാട് പള്ളിയുടെ മുന്നിൽ ഒരു ട്രീ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ലൈറ്റ് ഇട്ട് വെച്ചിട്ടുള്ള എൻട്രൻസ് ആണ്. ആ ഗ്രൗണ്ട് ഏരിയ, പള്ളിയുടെ മുന്നിലുള്ള ഗ്രൗണ്ട് ഏരിയ ഫുള്ളായിട്ട് ലൈറ്റ് ഇട്ട് വെച്ചിരിക്കണ കാരണം നൈറ്റ് അതൊരു പ്രത്യേക രസമായിരുന്നു കേട്ടോ കാണാൻ. ഒരു പ്രത്യേക വൈബ് തന്നെ ഉണ്ടായിരുന്നു. ചെറിയ സ്നോമാനും പിന്നെ ക്രിസ്മസ് അപ്പൂപ്പനെയും ഒക്കെ കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ക്രിസ്റ്റമേമയും നാദും കൂടെ കളിക്കണതാണ് ഈ കാണണത്. ഞാനായാലും വിബി ആയാലും ജോലിക്ക് പോണ കാരണം നാദൂനെ നോക്കണത് അമ്മമാരാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു ഹെൽപ്പാണ് ക്രിസ്റ്റമേമ സ്കൂളില്ലെങ്കിൽ ആ സമയത്ത് നാദൂനെ കളിപ്പിക്കാൻ അങ്ങോട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ക്രിബ്. ഒരു മിനിയേച്ചർ ഫോമിൽ എല്ലാതും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. രാജാക്കന്മാരുടെ കൊട്ടാരവും ആട്ടിടയന്മാരുടെ വീടും പിന്നെ അതിനിടയിൽ കുറച്ച് ഇൻറ്റർവെൽസും പിന്നെ നമ്മുടെ പുൽക്കൂടും ഒക്കെ നല്ല മിനിയേച്ചർ ഫോമിൽ എല്ലാതും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് കൊട്ടേക്കാട് പള്ളിയുടെ മുന്നിൽ ലൈറ്റ് കൊണ്ടാണ് അവർ ക്രിസ്മസ് ട്രീ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ലൈറ്റ് കണ്ടു കഴിഞ്ഞ് പിന്നെ അത് പിടിക്കലാണല്ലോ നമ്മുടെ നാദുവിൻ്റെ ആ പ്രധാന ഹോബി. അപ്പോൾ പോണു നാദു ലൈറ്റ് പിടിക്കാൻ. പിന്നെ അവിടെ വയേഴ്സ് ഉള്ള കാരണം കറണ്ട് അടിക്കോ ഇല്ലയോ എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ട് അധികം തൊടിയിപ്പിച്ചില്ല. പിന്നെ നോക്കിയത് ഇവിടെ ഒരു മറ്റേ ലൈറ്റ്നിങ് എഫക്റ്റിൽ ഒരു പുൽക്കൂട് പണിത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്തത് പോയത് നമ്മുടെ വീടിനടുത്തുള്ള മുണ്ടൂര് പള്ളിയിലായിരുന്നു കേട്ടോ. എല്ലാതും തൊട്ടടുത്തുള്ള പള്ളികളിലാണ് ഞങ്ങൾ പോയത്. അവിടെ നല്ല സിമ്പിളായിട്ടുള്ള പുൽക്കൂടാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത്. ഉണ്ണീശോയും മാലാഖമാരും പിന്നെ അതൊരു സ്റ്റീൽ ഔസേപ്പിതാവും മാതാവും ഉണ്ണീശോയും. അത് കഴിഞ്ഞ് അങ്ങനെ പുൽക്കൂടൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി വീട്ടിൽ പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഒന്ന് നിലത്തിറക്കിയതാണ് നമ്മുടെ താരത്തെ. നിലത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ പള്ളി വത്താക്കും എന്നുള്ള രീതിയിലാണ് മൂപ്പരാളുടെ കളി. ഇത് അവിടെ ഒരു സെൽഫി പോയിന്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു സ്റ്റാറിൽ നിന്ന് ഫോട്ടോ എടുക്കൽ. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിലത്തിറക്കി വെച്ചതാണ്. പക്ഷെ എന്ത് ചെയ്താലും അങ്ങോട്ടില്ല എന്നുള്ള രീതിയിലാണ് നടന്നത്. പിന്നെ പിടിച്ചു പൊക്കി കൊണ്ടുപോയി. ഇതാണ് ആ സെൽഫി പോയിന്റ്, അതായത് ഒരു സ്റ്റാറിനുള്ളിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കുക. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നിലത്തിറങ്ങണമെന്ന് വാശിയായിട്ടാണ്. അപ്പോൾ പിന്നെ നിലത്തിറക്കി വെച്ചു നമ്മുടെ നാദൂനെ. നിലത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക എനർജി, എവിടുന്നാണ് ഈ എനർജി കിട്ടണേന്ന് എനിക്ക് വരെ അറിയില്ല. അങ്ങനെ ഒരു എനർജിയിലാണ് ഒരാൾ.
പിന്നെ പള്ളിയുടെ ഫ്രണ്ടിലേക്ക് തന്നെ സ്റ്റെപ്പും കയറി പോയി. അവിടെ ഒരു മാലാഖ നിൽക്കണ കണ്ടപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അതിനെ തൊട്ടും തലോടി അവിടെ കുറച്ച് നേരം നിന്നു. അമ്പ എന്ന് പറഞ്ഞിട്ട് അതിനെ അടിക്കണൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ പിന്നെ പള്ളിയിലെ പുൽക്കൂടുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തുള്ള നമ്മുടെ സ്ഥലം നമ്മുടെ ശോഭ സിറ്റിയാണ്. അപ്പോൾ ശോഭ സിറ്റിയിലെ ലൈറ്റും കൂടെ കാണാമെന്ന് വെച്ചിട്ട് ശോഭ സിറ്റിയിലേക്ക് വന്നു. അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.